ബിജെപിയുടെ ആശയമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് കരുതുന്നില്ലെന്നും വ്യക്തിയോടല്ല ആശയങ്ങളോടാണ് തങ്ങളുടെ പോരാട്ടമെന്നും വി.ഡി. സതീശൻ. രാജീവ് ചന്ദ്രശേഖരന് ബിജെപി ആശയമുണ്ടെന്ന് കരുതുന്നില്ല. വളരെ വൈകി പാർട്ടിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ ബിജെപി ആശയങ്ങൾ ഉള്ളവരോട് കോൺഗ്രസ് പോരാടുന്നുണ്ട് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം വി.ഡി. സതീശന്റെ പ്രതികരണത്തിനു പിന്നാലെ മുൻപ് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണവും ചർച്ചയാകുന്നുണ്ട്. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പരാമർശത്തിനു പിന്നാലെ കടുത്ത ഭാഷയിലാണ് അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചത്. 4 വോട്ടിനു വേണ്ടി കേരളം ഭീകരവാദികളെ വളർത്തുന്നുവെന്നായിരുന്നു രാജീവ് പറഞ്ഞത്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി അന്ന് തുറന്നടിച്ചത്. രാജീവ് ചന്ദ്രശേഖർ വിഷമല്ല, കൊടും വിഷമാണ്. മുൻപ് ഞാൻ അദ്ദേഹത്തെ വിഷമെന്നേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയല്ല, കൊടും വിഷം തന്നെയാണ് അദ്ദേഹം. അത് അദ്ദേഹം ഒരു അലങ്കാരമായാണ് കൊണ്ടു നടക്കുന്നത്. വിടുവായൻ പറയുന്ന കാര്യമാണ് രാജീവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചതെന്ന് അറിയില്ല. രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ പറയുന്നതിൽ തനിക്ക് യാതൊരു അത്ഭുതവുമില്ലെന്നും മുഖ്യമന്ത്രി മുൻപ് തുറന്നടിച്ചിരുന്നു. അപ്രതീക്ഷിതമായാണ് സംസ്ഥാന ബിജെപിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. ഡൽഹിയിൽ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനം നേതൃത്വം കൈക്കൊണ്ടത്. ഇന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഉയർന്ന ജാതിയിൽപ്പെട്ട കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളാണ് രാജീവിലൂടെ ബിജെപി സ്വപ്നം കാണുന്നത്. യുവാക്കളെ ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം സംഘടനാ പാരമ്പര്യമില്ലാത്ത നേതാവിനെ അമരത്തിരുത്തിയാൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തികൾ പുകയുന്നുമുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ അല്ല ആര് വന്നാലും കേരളത്തിൽ ബിജെപിയെ വളർത്താൻ സാധിക്കില്ലെന്ന് മുൻ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞതും ശ്രദ്ധേയമായി. മതേതരത്വം ആഗ്രഹിക്കുന്ന ജനതയാണ് ഇവിടെയുള്ളത്. ആ ജനത ബിജെപിയെ ഒറ്റപ്പെടുത്തും. തൃശൂരിലെ ജനങ്ങൾ വൈകാതെ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് തിരുത്തുമെന്നും EP ജയരാജൻ എടുത്തു പറഞ്ഞു. RSS നയിക്കുന്ന സംഘടനയാണ് ബിജെപി. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പാർട്ടി. ബിജെപി കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സൂക്ഷിക്കാൻ, ഐക്യവും മതേതരത്വവും നിലനിർത്താൻ ഇടതുപക്ഷ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുകയാണ് ജനം ചെയ്യേണ്ടത്. ബിജെപിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. ഇന്നലെ വരെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്നായിരുന്നു വാർത്തകൾ. എന്തായാലും ബിജെപിയിൽ പുതിയ അധ്യക്ഷന്റെ വരവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. പലരും അതിനുവേണ്ടി കുപ്പായം തുന്നി നടന്നത് വെറുതെയായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബിജെപിയിൽ ശക്തിപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാധ്യമ സ്ഥാപനം നടത്തലും ബിസിനസ്സുമൊന്നുമല്ല രാഷ്ട്രീയം. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. ബിജെപിയെ ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യുമെന്ന് EP ജയരാജൻ തുറന്നടിച്ചു.